ഒരു വീടിനതാ തീ പിടിക്കുന്നു. അയൽവാസികളെല്ലാവരും ഓടിക്കൂടി. അതിനുള്ളില് സുഖമില്ലാത്ത ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട്. പുക ഉള്ളിലേക്ക് കയറി വരുന്നു. അപ്പോൾ അതാ ഒരു ചെറുപ്പക്കാരന് ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് ഓരോരുത്തരെ പിടിച്ചു വലിച്ച് ഇറക്കി താഴത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ ആദ്യം വാപ്പാനെ കൊണ്ടുവന്നു, ഉമ്മാനെ കൊണ്ടുവന്നു, ഒക്കെ മുറ്റത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവസാനം ഒരു കുട്ടിയുടെ കരച്ചിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നു. ആ കുട്ടിയെ കൂടി എടുക്കാൻ വേണ്ടി അവൻ പോയി ആ കുട്ടിയെ എടുത്ത് ഇവർക്ക് എറിഞ്ഞു കൊടുത്തു. ചെറിഞ്ഞു കൊടുത്തപ്പോഴേക്കും പുക അവൻ ആവരണം ചെയ്ത് ആ തീയിൽ വെന്തു പോവുകയും. ഞാൻ ചോദിക്കട്ടെ, ആ വീട്ടിലുള്ളവരൊക്കെ രക്ഷപ്പെടാൻ നിമിത്തമായ ആ യുവാവ് അവരെ രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ അവൻ വെന്തു മരിക്കുകയാണ്. ഈ യുവാവിന് അവൻ ചെയ്ത ആ നന്മക്ക് പ്രതിഫലം കൊടുക്കാൻ ഇവിടെയുള്ള ഏത് ഭരണാധികാരികൾക്ക് കഴിയും? ഈ ചോദ്യം ആരുടെയൊക്കെ കർണപുടങ്ങളിൽ മുഴങ്ങുന്നുണ്ടോ അവർ ചിന്തിക്കട്ടെ. ആ ഒരു സഹോദരന്, മാൻഹോളിൽ ഇറങ്ങിയ നൗഷാദ് എന്ന് പറയുന്ന ഒരു സഹോദരനെ നമുക്ക് ഓർമ്മയുണ്ട്, കോഴിക്കോട് അങ്ങാടിയിൽ. അദ്ദേഹത്തെക്കുറിച്ച് വർഗീയതയുടെ ചാപ്പയടിച്ച ആളുകളെയും നമുക്ക് ഓർമ്മയുണ്ട്. ഇന്നും ആ വർഗീയ കോമരങ്ങൾ കേരളത്തിൽ നിറഞ്ഞാടുന്നതും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള നൗഷാദുമാർക്ക് അവർ ചെയ്ത നന്മക്ക് കൂലി കൊടുക്കാൻ ഇവിടെയുള്ള ഭരണപക്ഷത്തിന് കഴിയുമോ? ഇവിടെയുള്ള പ്രതിപക്ഷത്തിന് കഴിയുമോ? ഇവിടെയുള്ള ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല. എന്നാ നമ്മുടെ ബുദ്ധി പറയുന്നില്ലേ, നമ്മുടെ ചിന്ത പറയുന്നില്ലേ അവർക്കതിനൊരു കൂലി കൊടുക്കണം, പ്രതിഫലം കൊടുക്കണമെന്ന്? ആ പ്രതിഫലത്തിന്റെ ദിവസമാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൻ ഗുറൂർ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കും, എല്ലാവരും മരിക്കും. എന്നിട്ടോ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. അവർക്കുള്ള പ്രവർത്തനത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം നാളെ ഖിയാമത്ത് നാളിലാണ് ലഭിക്കുക. അപ്പൊ ഇവിടുന്ന് എത്ര നന്മ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് തരും നാളെ പരലോകത്ത്. അപ്പൊ എന്ത് നന്മ ചെയ്താലും അതിന് പ്രതിഫലം കിട്ടുന്ന ഒരു നാളുണ്ട് സുഹൃത്തുക്കളെ.